എവിടെ സ്ഥലം? പൊതുക്കുങ്ങലുള്ള ഹരിതസേനയാണ്. നല്ല ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഹരിതസേന അടിപൊളി ഉണ്ടാ. ഇതിന്റെ പ്രത്യേകം എന്താ അറിയാം, ലൈഫിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പക്ഷെ ജീവിതത്തിൽ ഫ്ലൈറ്റ് കയറുക എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ ഓരെല്ലാവരും കൂടെ തീരുമാനിച്ചു ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നമ്മൾ സമ്പാദിച്ചിട്ട് എത്ര കാലം മരിക്കുന്ന കാലം വരെ എല്ലാവർക്കും കടായിരിക്കും. കടം വീടിയിട്ട് മരിക്കുന്ന ആളുകളെ കുറവാണ്. അപ്പൊ ചേച്ചി പറഞ്ഞത് എന്താണ് ചേച്ചി ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം? തീരുമാനം എടുക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നമ്മളെ കടം വീടില്ല, ഒന്നും മുന്നോട്ട് പോവില്ല. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഈ ഒരു യാത്ര നടത്തി തന്നെ ബാക്കി കാര്യം. അതാണ് പൊളി. ആ ഒരു തീരുമാനമല്ലോ, ജീവിതം ആസ്വദിക്കാൻ എടുക്കുന്ന നിമിഷം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ വിജയിച്ചു. ഇപ്പൊ ഇവര് വിജയിച്ചവരാണ്. വിജയിച്ചവരൊന്ന് കൈയടിക്കോ? വിജയിച്ചവർ, ഇതൊക്കെ വിജയിച്ച ആളുകളാണ്. നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ കാരണം പറഞ്ഞാൽ ഒരു ഇവരെ മുഖത്ത് കാണുന്ന സന്തോഷം ഉണ്ടല്ലോ, കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്താൽ പോലും കിട്ടാത്തൊരു സന്തോഷമാണ് ഇതിൽ നിന്ന് കാണാൻ. ചേച്ചി, നിങ്ങൾ ഇങ്ങനെ എത്ര ആളുകളുണ്ട്? 14 ആൾക്കാർ. എന്താ നിങ്ങൾ ജോലി എന്ന് പറയാം? ഹരിതകർമ്മസേനയാണ്. പ്ലാസ്റ്റിക്കുകൾ വീട്ടിൽ നിന്ന് ശേഖരിക്കുക, 50 രൂപ യൂസഫി തരും. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത് ഞങ്ങൾ തെരഞ്ഞ് കുറെ കഷ്ടപ്പാടാണ്. മഴയത്താണെങ്കിൽ മഴയത്ത് പോകണം, വൈകുന്നേരം 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വീട്ടിലൊക്കെ എത്താനും. അങ്ങനെ എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലൈറ്റിൽ പോകാനുള്ള തീരുമാനം എടുത്തത് അടിപൊളിയല്ലേ? അപ്പൊ അതാ പറഞ്ഞത്, ഇത് കണ്ട് പഠിക്കണം. വേറെ സ്വപ്നം പൂവണിയും. ഇപ്പൊ ഫ്ലൈറ്റ് പൊങ്ങും, അപ്പൊ സ്വപ്നമായിട്ട് പൂവണിയും, അപ്പൊ ആ പൂ ഞാണ്ട് വാങ്ങും. അപ്പോ വല്ലാത്ത രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എല്ലാവരും പഠിക്കേണ്ടത് ഇതാണ്. ജീവിക്കാൻ മറന്നവരോടുള്ള വർത്താനാണ്. ഇത് കണ്ട് പഠിക്കുക.